അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? അതിന് ജനം തന്ന മറുപടിയാണത്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കൂലംകുത്തിയെന്ന് നിരന്തരം വിളിച്ച് നിങ്ങൾ വെട്ടിക്കൊലപ്പെടുത്തിയ TP ഇല്ലേ, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ലാതെ CPM തകർന്നടിഞ്ഞില്ലേ? അത് നിങ്ങൾക്ക് കാലം കാത്തുവെച്ച മറുപടിയാണ്. വയറ്റിൽ കത്രികയിട്ട് നടന്ന സ്ത്രീകളെ പുച്ഛിച്ചില്ലേ, അവർക്ക് നേരെ മുഖം തിരിച്ചില്ലേ, അതിന് അവർ തന്ന മറുപടിയാണിത്. കഷ്ടപ്പെട്ട് PSC പഠിച്ച് റാങ്ക് നേടിയ കുട്ടികളെ ജോലി കൊടുക്കാതെ റോഡിൽ മുട്ടിലെഴയിച്ചില്ലേ, അതിന് അവർ തന്ന മറുപടിയാണിത്. 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ചു കളഞ്ഞില്ലേ ചികിത്സാ പിഴവ് കാരണം? എന്നിട്ട് ആ കുട്ടീനെ തിരിഞ്ഞു നോക്കിയോ? കേരളത്തിലെ അച്ഛനമ്മമാർ നൽകിയ മറുപടിയാണിത്. 1 രൂപ പോലും ശമ്പളം കൊടുക്കാതെ 5 വർഷത്തോളം ആ അധ്യാപകരെ പറ്റിച്ചില്ലേ നിങ്ങൾ? അതിന് അവർ നൽകിയ മറുപടിയാണിത്. കൂട്ടത്തിലുള്ള അധ്യാപകർ ആത്മഹത്യ ചെയ്ത ദിവസം അന്ന് കുറിച്ചിട്ടതാണ് നിങ്ങൾക്കുള്ള ആ മറുപടി. അവർ രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയത് തെളിവ് സഹിതം കണക്ക് നിരത്തി ഒരാൾ പുറത്തു കൊണ്ടുവന്നില്ലേ, അയാളെ പുറത്താക്കി ആ ആരോപണ വിധേയനെ മത്സരിപ്പിച്ചില്ലേ, അതിന് ജനം നൽകിയ മറുപടിയാണിത്. ഞങ്ങൾക്ക് വ്യക്തികളല്ല വലുത്, പാർട്ടിയാണ് വലുതെന്ന് പറഞ്ഞിട്ട് വെറും പിണറായിസത്തിലേക്ക് ഒതുങ്ങിയില്ലേ നിങ്ങൾ? അതിന് നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ നൽകിയ മറുപടിയാണിത്. ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ ആഡംബര AC ബസ് വിളിച്ച് യാത്ര നടത്തി കേരളം എല്ലാത്തിലും നമ്പർ 1 ആണെന്ന് വീമ്പ് പറഞ്ഞ് ആ ജനങ്ങൾക്ക് നേരെ മുഖം തിരിച്ചില്ലേ, അതിന് ജനം നൽകിയ മറുപടി. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് എതിർ പാർട്ടിയിലെ യുവാക്കളെ തല്ലി ചതച്ചില്ലേ, അതിന് ജനം നൽകിയ മറുപടി. മുഖ്യമന്ത്രിക്ക് കറുത്ത വസ്ത്രം ധരിച്ചവരെ കണ്ടാൽ ഹാലിളകുമെന്ന് പറഞ്ഞ് റോഡിൽ കറുത്ത വസ്ത്രം ധരിച്ച് നിന്ന വൃദ്ധരെയും യുവാക്കളെ പോലും പോലീസിനെ കൊണ്ട് അടിച്ചോടിപ്പിച്ചില്ലേ, അതിന് ജനം നൽകിയ മറുപടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോളേജിലേക്ക് വരുന്നു എന്നതാണ് കറുത്ത ഉടുപ്പുകളും കറുത്ത മാസ്കും ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിന്റെ പശ്ചാത്തലം. ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തത് ആ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്താനാണ്, അല്ലാതെ ജനങ്ങൾക്ക് മേലെ കയറി നിന്ന് ആ ജനങ്ങളെ ഭരിക്കാനല്ല. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി തരാൻ ആ ജനം നൽകിയ തോൽവിയാണിത്.